നമസ്കാരം. മലയാള സിനിമാ മേഖലയിലെ തർക്കം കൈവിട്ട കളിയിലേക്ക് നീങ്ങുകയാണ്. സിനിമാ സമരം സംബന്ധിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വലിയ പൊട്ടിപ്പുറപ്പാടുകളായിരുന്നു മലയാള സിനിമാ രംഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ പരസ്യ ഏറ്റുമുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ തലത്തിലേക്ക് അത് നീങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ, മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും താരസംഘടനയായ AMMA ഉള്ളത്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാനെ ലക്ഷ്യമിട്ടാണ് നിർമ്മാതാക്കൾ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് സൂചന. സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജൂൺ 1 നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനാ തീരുമാനമല്ലെന്നടക്കം ആരോപിച്ച് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ഈ ഒരു പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു. അടുത്ത സുഹൃത്ത് കൂടിയായ സുരേഷ് കുമാറിനെ തള്ളി മോഹൻലാൽ അടക്കം രംഗത്ത് വന്നത് നിർമ്മാതാക്കളെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിന് എതിരെയും എമ്പുരാന്റെ ബജറ്റ് സംബന്ധിച്ചും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന AMMA യോഗത്തിലും സിനിമാ സമരത്തിനെതിരെയാണ് നിലപാട് ഉയർന്നത്. ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നാണ് താരസംഘടന ആരോപിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലാണ് എമ്പുരാനെ ഉന്നം വെച്ചുള്ള ചരടുവലികളും ഒരു വശത്ത് തകൃതിയായി അരങ്ങേറുന്നത്. സിനിമാസ്വാദകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27 റിലീസ് ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തിയേറ്റർ ഉടമകളുടെ അടക്കം പിന്തുണ സമരത്തിനുണ്ടെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇതോടെ 27 എമ്പുരാന്റെ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ബിഗ് ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ ഹൈപ്പോട് കൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ തരത്തിലുള്ള ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എമ്പുരാനെയും ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം. മാർച്ച് 25 ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണം എന്ന് വ്യക്തമാക്കി ഫിയോക്ക് അടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയച്ചിരിക്കുകയാണ്. 27 എമ്പുരാൻ റിലീസ് ചെയ്യാനിരിക്കെ 25 മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്നും സിനിമ നിർത്തണം എന്ന് തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടന വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. 7 ദിവസത്തിനകം നൽകണം, ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കും. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2024 സംബന്ധിച്ച ഭാഗ്യവർഷമായിരുന്നു, ഹിറ്റുകളുടെ വർഷമായിരുന്നു ആദ്യ മാസങ്ങളിൽ ഉണ്ടായതെങ്കിൽ നേരെ വിപരീതമായിട്ടാണ് 2025 സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസായ, ഏറ്റവും ഹൈപ്പുള്ള, ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന എമ്പുരാന്റെ റിലീസ് തന്നെയാണ്. അതിനെ ഈ ഒരു സിനിമാ സമരം ബാധിക്കുമോ? സുരേഷ് കുമാറും സംഘവും എമ്പുരാനെ ലക്ഷ്യമിട്ട് കളി ഇറക്കുമോ? അതിൽ ആന്റണി വീഴുമോ? വലിയ പ്രതീക്ഷയോടെ എത്തുന്ന മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ എന്താവും അതിന്റെ ഭാവി? അക്കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നീളുകയാണ്.